യേശുകർത്താവിൻ്റെ നാമം ഇന്ന് പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏതു കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. യേശു കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. മേഘത്തെ വാഹനമാക്കി കർത്താവ് മടങ്ങി വരാൻ പോകുകയാണ്. യേശു കർത്താവിൻ്റെ മടങ്ങിവരവ്, ഭൂമിയിലേക്കുള്ള കർത്താവിൻ്റെ ആഗമനം ദൂതസൈന്യത്തോടു കൂടെ വിശുദ്ധന്മാരോട് ചേർന്ന് കർത്താവ് ഭൂമിയിലേക്ക് വരാൻ പോകുകയാണ്. ഒരു ദൈവവൈതൻ്റെ ആഴമായ പ്രതീക്ഷയും പ്രത്യാശയും ആഴമായ ഉറപ്പും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവാണ്. ഇനി ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു സംഭവം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മടങ്ങി വരവും സഭ ഇവിടുന്ന് മാറ്റപ്പെടുന്നതുമാണ്. കർത്താവ് ഈ ഭൂമിയിലേക്ക് വരാൻ പോകുന്നു. താല്പര്യത്തോടെ, വളരെ പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അന്ന് ഏതു കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഏതു കണ്ണും അവനെ കാണും. കർത്താവിനെ കുത്തിത്തുളച്ചവർ, ഗെത്സമനത്തോട്ടം മുതൽ കാൽവറിയുടെ ഉന്നതങ്ങളിൽ വരെ കർത്താവിനെ നിരന്തരം ഉപദ്രവിച്ചവർ, കുത്തി മുറിവേൽപ്പിച്ചവർ, കർത്താവിനെ ചാട്ടവാറുകൊണ്ട് അടിച്ചവർ, നിന്ദിച്ച് പരിഹസിച്ച, രോമം പിഴുതെടുത്ത് തുപ്പിയ സകല ആളുകളും കർത്താവിനെ അന്ന് കാണും. അന്ന് മുറിവേറ്റവനായിട്ടല്ല, മുൾക്കിരീടം ധരിച്ചവനായിട്ടല്ല, അല്പവസ്ത്രധാരിയായിട്ടല്ല, വീണും വേച്ചും വിറച്ചും ഗോൽഗോത്ത ലക്ഷ്യം വെച്ച് നടന്ന് നീങ്ങിയ കർത്താവിൻ്റെ ആ രൂപത്തോടെ അല്ല അവർ കാണുന്നത്. തേജസ് വാരിപ്പുതച്ച് രാജാവായി കർത്താവ് മടങ്ങി വരുന്നത് അന്ന് അവർ കാണും എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. വലിയൊരു വിലാപത്തിൻ്റെ കാലഘട്ടം. ദൈവമക്കൾക്ക് സന്തോഷവും ആനന്ദവും ആയിത്തീരുമ്പോൾ, ദൈവമില്ലാതെ ജീവിക്കുന്ന, ക്രിസ്തുവില്ലാതെ ജീവിക്കുന്ന സകലരും ഒരു വിലാപത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടും. പ്രിയരെ, നമ്മുടെ കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങി കാത്തിരിക്കാം. അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.